ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിറക്കണത് ഓണത്തിന് നമുക്ക് പായസം വേണ്ടേ. നമ്മൾ മറ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കി, പായസം നമ്മൾ ഇതേവരെ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാനൊരു പായസത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിറക്കണത്. അപ്പോൾ നമ്മൾ പാലടയും സേമിയും ഒക്കെ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ കരിക്ക് കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കരിക്ക് പായസമാണ് ഓണത്തിന് വെക്കണത്. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു കരിക്ക് എടുക്കണം. വെള്ളം വേണ്ട, വെള്ളം നമുക്ക് കുടിക്കാം. മറ്റുള്ള നമ്മുടെ പരിപ്പ് പായസം പോലുള്ള ബുദ്ധിമുട്ടൊന്നും നമ്മൾക്ക് ഈ കരിക്ക് പായസം ഉണ്ടാക്കാനില്ല. പരിപ്പ് പായസത്തിലൊക്കെ ശർക്കര നമ്മളിട്ട് നന്നായി വരട്ടിയെടുക്കണ്ടേ, ആ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ കരിക്ക് പായസത്തിനില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാം. നാളികേരപ്പാല് വേണം കേട്ടോ. നമ്മൾ പശുപാലിലല്ല ഉണ്ടാക്കണത്, നാളികേരപ്പാലില് ശർക്കര ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ എടുത്തിട്ട് വരാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതൊരു 3 കരിക്കിൻ്റെ ആണ് കേട്ടോ. ഈ ഒരു ഉള്ളിലത്തെ ആ ഒരു സോഫ്റ്റ് പോർഷൻ ഇതിനെ നമ്മൾ എടുത്തിട്ട് ആ ചിരട്ടയുടെ റെഡ് കളറൊന്നും പെടാണ്ട് ഇത് അട പോലെ, അടപ്രഥമൻ ഉണ്ടാക്കുന്ന അട പോലെ നമ്മൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് എടുത്തതാണ്. പിന്നെ നമ്മൾക്കൊരു 5 അച്ച് ശർക്കര വേണം. അത് നമുക്ക് നന്നായി ഉരുക്കിയെടുക്കാം. എന്നിട്ട് അരിച്ചിട്ട് വേണം നമ്മൾക്ക് പായസത്തിലേക്ക് ഒഴിക്കാൻ. ഇനി പായസത്തിലേക്ക് വേണ്ട സാധനങ്ങൾ: ഇളനീര്, പിന്നെ നമ്മുടെ കാഷ്നട്ട് വേണം. കാഷ്നട്ട് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അത് ഇടയിൽ ഒന്ന് ക്രഞ്ച് ചെയ്ത് കടിക്കാൻ മാത്രം. പിന്നെ ശർക്കരപ്പാനി ഞാൻ ഉരുക്കി അരിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ പഞ്ചസാര കേട്ടോ. പഞ്ചസാര യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശർക്കരയും നമ്മൾ അതിലിട്ടിട്ട് വരട്ടി ഉണ്ടാക്കണമെന്നില്ല, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു 3 സ്പൂൺ പഞ്ചസാര ചേർക്കേണ്ടത്. ഇനിയൊരു 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടി വേണം. കൂവപ്പൊടി എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലും ശർക്കരയും മാത്രം ഇട്ട് കുറുക്കി കഴിഞ്ഞാൽ പായസമാവില്ല. അപ്പോൾ ആ പായസത്തിനൊരു ബേസ് വേണം, ഒരു കട്ടി വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂവപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇത് 2 തേങ്ങയുടെ തേങ്ങാപ്പാലാണ്, അത് 2ാം പാലാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം 1.5 ലിറ്റർ ഉണ്ടാവും. പിന്നെ നമ്മുടെ നെയ്യ് കാഷ്നട്ട് വറക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ 1ാം പാല് ഇത് 250 ml ഇല്ല കേട്ടോ, അത്രയും മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ ഇളനീർ പായസത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് എങ്ങനെയാണ് പായസം തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അടിക്കട്ടിയുള്ള ഒരു ഇന്ത്യാലയത്തിൻ്റെ ഉരുളിയാണ് കേട്ടോ എടുത്തിറക്കണത്. അതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഞാൻ പറഞ്ഞു ഇത് ഓപ്ഷണലാണ്, വേണമെന്നില്ല. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, കാഷ്നട്ട് ഇല്ലാത്തവർക്കും സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഈ നെയ്യ് ഒഴിച്ചാൽ ഈ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒഴിക്കണത്. ഇനി അതിലോട്ട് നമ്മൾ ഈ കാഷ്നട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കാം. മറ്റു പായസങ്ങൾ പോലെ ഏലക്കായ, കാഷ്നട്ട്, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇതൊന്നും നമ്മൾക്ക് വേണ്ടാച്ചാൽ വേണ്ടാന്ന് തന്നെ വെക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും ഈ പായസം ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ചേർക്കും ചെയ്യാം. നാളികേരക്കൊത്ത് വേണമെങ്കിൽ അതിടാം, മുന്തിരി വേണമെങ്കിൽ അതിടാം, എന്ത് വേണമെങ്കിൽ ഇടാം. ഇനി നമുക്ക് അതിലോട്ട് ശർക്കര ഒഴിക്കാം കേട്ടോ, ശർക്കരപ്പാവ്. ഇതൊന്ന് നന്നായി തിളച്ച് വരണം. അതായത് ഈ നെയ്യും ശർക്കരയും കൂടിയിട്ട് ഒന്നിങ്ങോട്ട് ചേർന്ന് കിട്ടിയാൽ മതി, അത്രേ വേണ്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾക്ക് വറ്റിച്ച് വരട്ടി എടുക്കുകയൊന്നും വേണ്ട. ഒന്ന് നന്നായി തിളയ്ക്കുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കൂവപ്പൊടിയിൽ നിറച്ച് തരിയല്ലേ ഉണ്ടാവുക, അതിന് നമ്മൾ കുറുക്കണതിൻ്റെ മുന്നേ വെള്ളം ഒഴിച്ച് ഇളക്കില്ലേ. അപ്പോൾ നമ്മൾ വെള്ളത്തിന് പകരം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതിന് നന്നായിട്ട് ഈ കട്ടയൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് നമ്മൾ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെറിയ കപ്പിൽ 1 കപ്പാണ് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒഴിക്കുന്നത്. അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ കട്ട കെട്ടാണ്ട് നന്നായി ഇളക്കിയെടുക്കണം. അപ്പോൾ ശർക്കരപ്പാവ് ഇവിടെ തിളച്ച് മറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കൂവപ്പൊടീനെ ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം.
ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒപ്പം തുടരെ ഇളക്കണം, തീ ഒന്ന് കുറച്ച് വെക്കണം, എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട കുത്തും. അപ്പം കട്ട കുത്തി കഴിഞ്ഞിട്ട് നമ്മുടെ പായസം ടേസ്റ്റ് അല്ല, ആ ഇടയിൽ നമ്മളുടെ ഇളനീര് കടിക്കണതിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ കുവ്വ കൂടി കട്ട് ചെയ്ത് കടിക്കേണ്ടി വരും. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ കുവ്വയൊക്കെ കുറുക്കണ പോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെയല്ലേ, ഇനി ഇതൊന്ന് കുറുകി വരുന്ന ഒരു ഇതുണ്ട്, പെട്ടെന്നാവും കേട്ടോ. ഈ സമയം നമുക്ക് തീയെ കുറച്ച് കൂട്ടി വെക്കാം, ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് നന്നായി ഇങ്ങനെ കുറുകി വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ ആ ഒരു ഇങ്ങനെ ഇളകണ ആ ഒരു ഇതിൽ കണ്ടില്ല, ഇങ്ങനെ ഒരു കുറുന്നനായ പോലെ. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒപ്പം ഇളക്കി കൊടുക്കണം, തീ കുറച്ച് വെക്കണം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ മൊത്തം ഒഴിച്ചു കേട്ടോ അതിലേക്ക്. ഇനി ഇളക്കി കൊടുക്കണം, കൈയെടുക്കാതെ ഇളക്കി തന്നെ വേണം, തീ കൂട്ടി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ പായസത നന്നായി ഇങ്ങനെ കുറുകി വരൽ തുടങ്ങി കേട്ടോ. നമ്മളെ കുവ്വ കട്ട കെട്ടിയിട്ടൊന്നുമില്ല. നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കുവ്വ അടിയിൽ കട്ട പിടിക്കും. ഇതാ ഏകദേശം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ, ആ ഒരു വെള്ളം പോലെ ഉള്ളതിന് ആ ഒരു കൊഴുപ്പ് പോലെ ആയി വന്നിട്ടുണ്ടല്ലോ. ഈ സമയത്ത് നമ്മുടെ ഇളനീരിൻ്റെ ആ ഒരു അട പോലെ മുറിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് ഇടാം. ഇട്ടിട്ട് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ തേങ്ങാപ്പാൽ ഇങ്ങനെ തിളയ്ക്കണില്ല, ബബിൾസ് വരുന്നില്ലേ, ആ ഒരു തള മതി. ഇനിയും തിളച്ച് കഴിഞ്ഞാൽ ഈ ഇളനീരിന് വേഗം എണ്ണമെഴുക്ക് വരും. അപ്പോൾ ആ എണ്ണമെഴുക്ക് ഇങ്ങനെ മുകളിൽ പാറി കിടക്കും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ സമയത്ത് തന്നെ നമ്മൾ എടുത്ത് വെച്ചൊരു പഞ്ചസാരയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. ആ പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് മാത്രം ഇളക്കുക, തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിളപ്പിക്കാത്തത് ഒരു കാര്യം, ഇതിന് എണ്ണമെഴുക്ക് വരും. പിന്നെ നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇളനീര് വെന്ത് കഴിഞ്ഞിട്ടാൽ നമുക്കങ്ങനെ പായസം കുടിക്കുമ്പോൾ അതിങ്ങനെ ഇടയിലിങ്ങനെ നമ്മൾക്ക് കടിക്കാൻ പറ്റില്ലേ, അത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിക്കാത്തത്. ഇനി ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 1-ാം പാൽ ചേർക്കേണ്ടത്, കാഷ്നട്ട് ഇതിലിടുകയും ചെയ്യണത്. ഇനി അത് നന്നായി ഇളക്കുക, എന്നിട്ട് കാഷ്നട്ട് ഇടുക. പിന്നെ ഈ ഇളനീർ പായസം ഉണ്ടല്ലോ, നമ്മൾ ചൂടോടുക്കനെ കഴിക്കാനല്ല കേട്ടോ ടേസ്റ്റ്. ഇത് നമ്മളൊന്ന് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായി ഒന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോഴുണ്ടല്ലോ എന്ത് ടേസ്റ്റാണെന്നറിയോ. അല്ലാണ്ട് നമ്മളിത് ചൂടോടുക്കനെ കഴിക്കുക, മറ്റുള്ള പായസങ്ങളൊക്കെ നമുക്ക് ചൂടോടുക്കനെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്, ഇത് ചൂടാറി കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇതിലെ ആ ഒരു ഇളനീരും കാഷ്നട്ടും ഒക്കെ കൂടി നമ്മുടെ വായയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമ്മൾക്ക് നാളികേരമൊക്കെ ഉള്ളവർ ഇടാൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവും, ഓണമല്ലേ. അപ്പോൾ ഒരു 2-3 ഇളനീരിടാൻ പറയൂ, എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.